നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് കാലത്ത് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലെ കുളത്തിൽ കുളിച്ചതിന് ശേഷമായിരുന്നു ദർശനം നടത്തിയിരുന്നത്. നമുക്ക് ചുറ്റും നല്ല അണുക്കളുണ്ട്, അതുപോലെ തന്നെ മോശം അണുക്കളുമുണ്ട്, ബാക്ടീരിയയും വൈറസുമുണ്ട്, കൂടാതെ പോസിറ്റീവ് എനർജിയുമുണ്ട്. എന്നാൽ ക്ഷേത്രത്തിലാകട്ടെ നല്ല പോസിറ്റീവ് എനർജിയാണ് നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിലെ പോസിറ്റീവ് എനർജി മുഴുവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കെട്ട അണുക്കൾ അല്ലെങ്കിൽ മോശം ശക്തികളെ കഴുകിക്കളഞ്ഞിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ടത്. ഈ രീതിയിൽ കുളിച്ച് ശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിലെ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതാണ്. എന്നാൽ ഇന്നത്തെ കാലത്താകട്ടെ ക്ഷേത്രകുളത്തില് കുളിച്ചതിന് ശേഷം ദർശനം നടത്തുന്ന രീതി പാടെ മാറിയിരിക്കുന്നു. ഒട്ടുമിക്ക ക്ഷേത്രത്തിന് മുൻപിലും ഒരു പൈപ്പ് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. വീട്ടിൽ നിന്നും കുളിച്ച് ശുദ്ധിയോടുകൂടി വന്നാല് പൈപ്പിൽ കാല് കഴുകി ദേഹത്ത് വെള്ളം തളിച്ച് ക്ഷേത്രത്തിൽ കയറാറുണ്ട്. എന്നാൽ ചിലര് വീട്ടിൽ നിന്ന് കുളിച്ച് നേരെ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുകയും ചെയ്യാറുണ്ട്. പല ആളുകളും ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് പൂർണ്ണ ശുദ്ധിയോടെ പോകാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഈ കാര്യങ്ങള് ക്ഷേത്രത്തിൽ പോകുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പോസിറ്റീവ് ഊർജം നമ്മളിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില തെറ്റുകൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യത്തെ കാര്യം, ഒന്നാമതായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും ദർശനം കഴിഞ്ഞ ശേഷം തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് വരേണ്ടത്. കാരണം ക്ഷേത്രത്തിൽ നമ്മൾ ചെരുപ്പിടാതെയാണ് നടക്കുന്നത്. പുരുഷന്മാരാകട്ടെ ഷർട്ട് ഇടാതെയുമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇനി കുട്ടികളാണെങ്കിലും ശരി, നമ്മൾ ക്ഷേത്രത്തിൽ വലം വയ്ക്കുമ്പോൾ ക്ഷേത്രത്തിലുള്ള പോസിറ്റീവ് വൈബ്രേഷൻ, പോസിറ്റീവ് എനർജി നമ്മുടെ കാൽ മുതൽ ശരീരമാകെ ലഭിക്കുന്നതാണ്. ഈ പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് അസുഖങ്ങളും ക്രമേണ കുറയാൻ തുടങ്ങുന്നതാണ്. അത്രയ്ക്കും ശക്തിയാർന്ന പോസിറ്റീവ് വൈബ്രേഷൻ ആണ് ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ക്ഷേത്രത്തിൽ പോയതിനു ശേഷം തിരികെ വീട്ടിൽ വരുമ്പോൾ ക്ഷേത്രത്തിലെ പോസിറ്റീവ് വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിൽ നിന്നും വീടാകെ ലഭിക്കുന്നതാണ്. വീട് മുഴുവനായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോയതിനു ശേഷം തിരികെ നേരിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വരണം എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ വീട്ടിൽ ഈശ്വര ചൈതന്യം വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ പുറത്തു പോയിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആയിട്ട് കാല് കഴുകാറുണ്ട്, അല്ലെ? മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ കാല് കഴുകുന്നത് നല്ല ഒരു ശീലം തന്നെയാണ്. എന്നാൽ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കാല് കഴുകാനായിട്ട് പാടില്ല. ഇങ്ങനെ കഴുകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ലഭിച്ച പോസിറ്റീവ് വൈബ്രേഷൻസ് നമ്മൾ കഴുകി കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലരാകട്ടെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷം കുളിക്കുന്നതും കാണാം. ഏറ്റവും വലിയ തെറ്റാണത്, ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നേടിയെടുത്ത വരത്തെ ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇനി പൊതുവെ സ്ത്രീകളാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും വന്നതിന് ശേഷം വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് ഇനി കുളിക്കാം എന്ന് വിചാരിക്കും. ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ പോയതിനു ശേഷം വീണ്ടും കുളിക്കരുത്. ഇനി അടുത്ത കാര്യം, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാന വാതിലിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ടോർച്ച് ഉപയോഗിച്ച് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രകാശം നേരെയായിരിക്കും വരുന്നത്. കുറച്ചു ദൂരം ആ പ്രകാശം പോകുമ്പോൾ പ്രകാശം പിരിഞ്ഞു പോകുന്നതായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ശ്രീകോവിലിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഊർജം നേരെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വശങ്ങളിലേക്ക് ഊർജം വരുന്നത് കുറവായിരിക്കും.
അതുകൊണ്ട് തന്നെ പ്രധാന വാതിലിലൂടെ വേണം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. പ്രദക്ഷിണം ചെയ്ത ശേഷം പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലിലൂടെ ഇറങ്ങുക. ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചില ആളുകൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് പറഞ്ഞാൽ പുറം തിരിഞ്ഞു നിന്നങ്ങ് ഇറങ്ങും. എന്നാൽ ഒരു കാരണവശാലും പ്രതിഷ്ഠയ്ക്ക് പുറം തിരിഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പാടില്ല, പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് പ്രധാന വാതിലിലൂടെ പ്രതിഷ്ഠയ്ക്ക് നേരെ നമ്മുടെ പുറം തിരിഞ്ഞ് ഒരു കാരണവശാലും ഇറങ്ങാതിരിക്കുക. ഇനി നാലാമതായിട്ട്, ചിലപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ദേവിക്ക് അല്ലെങ്കിൽ ദേവന് ചാർത്തിയ മാലയും പുഷ്പങ്ങളും നമുക്ക് നൽകാറുണ്ട്. ഇങ്ങനെ ഈശ്വരന് ചാർത്തിയ മാലയും ഈശ്വരന്റെ പാദങ്ങളിൽ അർച്ചന ചെയ്ത പൂക്കളും നമുക്ക് തരുന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈശ്വരൻ നമ്മളെ അനുഗ്രഹിച്ചതിന് തുല്യമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്നാൽ ആ മാല അല്ലെങ്കിൽ ആ പുഷ്പങ്ങൾ നമ്മൾ വാങ്ങിയതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് നോക്കാം. മാലയാണ് അത്, ഈശ്വരനെ ചാർത്തിയ മാലയും പൂക്കളുമാണെങ്കിൽ ഈശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വാങ്ങുമ്പോൾ മാലയാണെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ കഴുത്തിലിടരുത്. ഇത് മാത്രമല്ല, വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിലുള്ള ഏതെങ്കിലും ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ ആ മാല ചാർത്തുകയും ചെയ്യരുത്. കാരണം ഒരു ദൈവത്തിന് ചാർത്തിയ മാല അത് മറ്റൊരു ദൈവത്തിന് സമർപ്പിക്കുന്നത് ഏറ്റവും ദോഷകരമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു ഭഗവാന് നമ്മൾ ചാർത്തിയത് എന്തായിരുന്നാലും അത് പിന്നീട് നിർമാല്യമായിട്ട് മാറും. അത് നമ്മൾ പിന്നീട് മറ്റൊരു ഭഗവാന് സമർപ്പിക്കാനായിട്ട് പാടില്ല. ഇനി അഞ്ചാമതായിട്ട്, ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തീർത്ഥം, ചന്ദനം, കുങ്കുമം മുതലായവ നമുക്ക് ലഭിക്കാറുണ്ട്. തീർത്ഥം കുടിച്ചതിന് ശേഷം ചന്ദനവും കുങ്കുമവും നമ്മൾ തൊട്ടതിന് ശേഷം ബാക്കി അവിടെയുള്ള തുണിയിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള ഏതെങ്കിലും മരത്തിലോ ഏതെങ്കിലും സ്ഥലത്തോ ഒക്കെ വയ്ക്കാറുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ചുവരിൽ തേച്ച് വയ്ക്കുന്ന ആളുകളുമുണ്ട്. വലിയ തെറ്റാണ് ഈ രീതിയിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ചന്ദനം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വാങ്ങിക്കുകയോ വാങ്ങിച്ചതിന് ശേഷം ചന്ദനം നിങ്ങളുടെ നെറ്റിയിൽ മുഴുവനായിട്ടും തൊടുകയോ ചെയ്യേണ്ടതാണ്. ഇനി അതുമല്ലെങ്കിൽ ഒരു പേപ്പറിൽ ബാലൻസ് വന്ന ചന്ദനം മടക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരിക. ദിവസവും കുളിച്ച് ഈ ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം നിങ്ങൾക്ക് തൊടാവുന്നതാണ്. ബാക്കി വന്ന ചന്ദനം ഒരിക്കലും ക്ഷേത്രത്തിൽ വെച്ചിട്ട് വരരുത്. കാരണം നമ്മൾ ഈശ്വരനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു വരം നൽകാനുള്ള ശക്തിയാണ് ആ പ്രസാദത്തിനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു തെറ്റ് ആരും ആവർത്തിക്കരുത്. ഇനി ആറാമതായിട്ട്, ക്ഷേത്രത്തിൽ പോയിട്ട് പുറത്തു വരുമ്പോൾ ആരെങ്കിലും ഭിക്ഷ യാചിച്ചാൽ എന്തെങ്കിലും ഒന്ന് അവർക്ക് കൊടുക്കാതെ വരരുത്. ദാനധർമ്മം എന്നത് പുണ്യത്തിന്റെ കണക്കിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുകയോ അന്നദാനം വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മളെല്ലാവരും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരാണ്, ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാവാനായിട്ട് ഭഗവാനോട് വരം ചോദിക്കാനാണ് അല്ലെങ്കിൽ ഭഗവാനോട് അനുഗ്രഹം ചോദിക്കാനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. എന്നാൽ ഭഗവാൻ നൽകുന്ന ആ ഒരു അനുഗ്രഹം നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന സമയത്തും ഞാൻ ഈ പറഞ്ഞ തെറ്റുകൾ ഒഴിവാക്കുക. പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചേ മതിയാകൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.